ആ രാത്രിയിൽ ദുബായ് നഗരം വളരെ ശാന്തമായിരുന്നു. വലിയ റോഡുകൾ മുഴുവൻ ലൈറ്റുകളുടെ തിളക്കം ദൂരത്ത് കെട്ടിടങ്ങൾ നിലാ വെളിച്ചത്തിൽ കാണാമായിരുന്നു. റോഡിലൂടെ കാറുകൾ പോകുന്നു. അതിൽ ഒരു കറുത്ത കാർ പതുക്കെ നഗരത്തിലെ നീണ്ട റോഡിലൂടെ പതുക്കെ പോകുന്നു. സ്റ്റിയറിംഗ് പിടിച്ചിരുന്നത് റഹ്മാനായിരുന്നു. അവൻ്റെ മുഖം ഗൗരവം നിറഞ്ഞതായിരുന്നു. കറുത്ത കോട്ട് സൂട്ട് വേഷം, കറുത്ത ഗ്ലാസും വെച്ചിരുന്നു. കാറിൽ പാട്ടുമിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. പുറത്ത് നഗരത്തിൻ്റെ ലൈറ്റുകൾ കാറിൻ്റെ ഗ്ലാസ്സിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. അവൻ ഒറ്റയ്ക്കായിരുന്നു. അവൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രം ആയിരുന്നു: സത്യം പുറത്തു വരുമോ? താൻ ഇത്രയും നാൾ മറച്ചു വെച്ചത് പുറത്താകുമോ എന്ന ചിന്തയിൽ അയാൾ കാർ ഓടിച്ചു. പെട്ടെന്ന് അയാളുടെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. "നീ വൈകാതെ വേഗം വരിക." അതായിരുന്നു അയാളുടെ ചിന്ത മുഴുവനും. താൻ ഇത്രയും നാൾ മറച്ചു വെച്ചത് എങ്ങനെ പുറത്തായി എന്ന ചിന്ത അയാളെ അലട്ടി. ആ ചിന്തയിൽ അയാൾ ആ കാർ വലിയ ഒരു ഫ്ലാറ്റിൻ്റെ മുന്നിൽ നിർത്തി. എന്നിട്ട് ഒരു ദീർഘശ്വാസം വിട്ടിട്ട് ഇറങ്ങി. നേരെ ആ ഫ്ലാറ്റിലേക്ക് കയറി. വീണ്ടും അയാളുടെ ഒരു ഫോണിൽ മെസ്സേജ് വന്നു: 15-ാം നിലയിലേക്ക് ഒറ്റയ്ക്ക് വരിക. അതായിരുന്നു ആ മെസ്സേജ്. നെഞ്ചിരിപ്പോടെ തൻ്റെ പാൻറിൽ തിരികിയ പിസ്റ്റലിൽ ഒന്ന് മുറുക്കെ പിടിച്ചു റഹ്മാൻ. ലിഫ്റ്റിൽ കയറി. ലിഫ്റ്റ് മെല്ലെ മുകളിലേക്കു നീങ്ങി. 5, 6, 9, 12, 15. വാതിൽ തുറന്നു. കോറിഡോർ മുഴുവൻ ശാന്തമായിരുന്നു. കാറ്റിൻ്റെ ശബ്ദം മാത്രം. അവൻ പതുക്കെ മുന്നോട്ട് നടന്നു. അപ്പോൾ ഫോണിൽ ഒരു മെസ്സേജ് വന്നു: 1201 റൂം നമ്പർ. അവൻ നോക്കിയപ്പോൾ ഒരു മുറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നു. അവൻ നോക്കിയപ്പോൾ ഫോണിൽ വന്ന നമ്പറും ആ മുറിയാണ്, 1201. അവൻ പേടിയോടെ ആ മുറിയിലേക്ക് കയറി. അകത്ത് കയറിയപ്പോൾ അവിടെ ഒരു മനുഷ്യൻ കസേരയിൽ ഇരിക്കുന്നു. കറുത്ത കോട്ട വേഷം. അയാൾ മെല്ലെ പറഞ്ഞു: "നീ വന്നു അല്ലേ റഹ്മാൻ? ഞാൻ നിന്നെ കാത്തിരിക്കുമായിരുന്നു." റഹ്മാൻ അയാളുടെ മുഖത്തേക്ക് നോക്കി. റഹ്മാൻ ഞെട്ടി. റഹ്മാൻ്റെ പഴയ സുഹൃത്തായ സലീമായിരുന്നു അത്. "നീ ഇവിടെ എങ്ങനെ?" റഹ്മാൻ ചോദിച്ചു. സലീം പറഞ്ഞു: "എനിക്ക് ആയുസ്സുണ്ടായിരുന്നു. അതാണ് ഞാൻ നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. ചതിയനായ നിന്റെ മുമ്പിൽ വരരുതെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ നീ അറിയണം, നീ കൊന്നു തള്ളിയ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന്." അത് പറഞ്ഞ് സലീം ചിരിച്ചു. 5 വർഷം മുമ്പ് നടന്നത് ഓർക്കുന്നുണ്ടോ? റഹ്മാൻ്റെ മുഖം പെട്ടെന്ന് മാറി. സലീം പറഞ്ഞു: "അന്ന് ഞാൻ മരിച്ചു എന്ന് നീ നാട് മുഴുവനും പറഞ്ഞു. നീ അഭിനയിച്ച് കരഞ്ഞു നടന്നു. തൻ്റെ ഉറ്റ സുഹൃത്ത് സലീം മരിച്ച ദുഃഖമുണ്ട് എന്ന്. പക്ഷേ ആരും അറിഞ്ഞില്ല നീ കൊന്നു തള്ളിയതാണെന്ന്." റഹ്മാൻ ഞെട്ടി. മരിച്ചു എന്ന് കരുതിയ സലീം എങ്ങനെ രക്ഷപ്പെട്ടു? അയാൾ ചിന്തിച്ചു. സലീം കഥ പറയാൻ തുടങ്ങി. ദുബായ് നഗരത്തിലെ ഒരു കമ്പനിയിലെ ജോലിക്കാരനായിരുന്നു സലീമും റഹ്മാനും. സലീം മിടുക്കനായ ജോലിക്കാരനായിരുന്നു, ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥതയുള്ളവൻ. റഹ്മാൻ പൊതുവെ എങ്ങനെയെങ്കിലും കമ്പനിയെ വെട്ടിച്ച് പണം സമ്പാദിക്കണം എന്ന ചിന്ത മാത്രമുള്ളയാളായിരുന്നു. റഹ്മാൻ ആരും അറിയാതെ കമ്പനിയിൽ അഴിമതി നടത്താൻ തുടങ്ങി. സാധനങ്ങൾ വാങ്ങാതെ വാങ്ങിയെന്ന് പറയുക, എന്നിട്ട് ക്യാഷ് വാങ്ങിക്കുക, കമ്പനിയുടെ ആവശ്യത്തിന് വാങ്ങിക്കുന്ന സാധനങ്ങൾ മറിച്ചു വിൽക്കുക തുടങ്ങിയവയെല്ലാം റഹ്മാൻ ചെയ്ത് കമ്പനിയെ വഞ്ചിക്കാൻ തുടങ്ങി. ഓരോ ദിവസം ചെല്ലുംതോറും സലീമിന് റഹ്മാനെ സംശയമായി തുടങ്ങി. ഇവൻ കമ്പനിയിൽ തട്ടിപ്പ് നടത്തുന്നുവെന്ന് സലീം കണ്ടുപിടിക്കാൻ തുടങ്ങി. സലീം റഹ്മാന് വാണിംഗ് കൊടുത്തു: "നമുക്ക് അന്നം തരുന്ന കമ്പനിയാണ്, അത്യാവശ്യം ജീവിക്കാൻ ക്യാഷും തരുന്നുണ്ട്. ആ കമ്പനിയെ വഞ്ചിക്കരുത്." സലീം പറഞ്ഞു. പക്ഷേ റഹ്മാൻ അതൊന്നും കേട്ടില്ല. പിന്നെയും അതൊക്കെ ചെയ്യാൻ തുടങ്ങി. സഹിക്കാൻ കഴിയാതെ സലീം കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥരോട് റഹ്മാനെക്കുറിച്ച് പറഞ്ഞു. അവരോട് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ പകയായി റഹീമിന്. ഒരു ദിവസം സലീം ജോലി കഴിഞ്ഞ് പോകുമ്പോൾ പുറകെ കൂടി കാറിൽ വന്ന റഹ്മാൻ സലീമിൻ്റെ കാർ ഇടിപ്പിച്ച് കാർ താഴ്ചയിലേക്കാണ് മറിഞ്ഞത്. ആ വീഴ്ചയിൽ കാർ പൂർണ്ണമായി കത്തിക്കരിഞ്ഞ ബോഡി കിട്ടി. പക്ഷേ അത് സലീമിൻ്റെ റൂമിനടുത്ത് താമസിക്കുന്ന ഒരു പാകിസ്ഥാനി യുവാവിൻ്റേതായിരുന്നു. സലീം പക്ഷേ ആയുസ്സുള്ളത് കൊണ്ട് കാറിൽ നിന്നും തെറിച്ചു വീണിരുന്നു. കത്തിക്കരിഞ്ഞ ബോഡി സലീമിൻ്റെ ആണെന്ന് കരുതി നാട്ടിലേക്ക് അയക്കാൻ വേണ്ട ഹെൽപ്പ് ചെയ്തതും താനാണ്. റഹ്മാൻ ഓർത്തു. ആ സലീമാണ് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. സലീം എങ്ങനെ രക്ഷപ്പെട്ടു? റഹ്മാൻ ചിന്തിച്ചു. കാറിൽ നിന്നും തെറിച്ചു വീണ സലീമിൻ്റെ അടുത്ത കാറിൽ വന്ന ഒരു ഫാമിലിയാണ് രക്ഷപ്പെടുത്തിയത്. കാലിനൊടിവും കുറേ പരിക്കുമൊക്കെ ഉണ്ടായിരുന്നു. സലീമാണ് താൻ ജീവിച്ചിരിക്കുന്ന കാര്യം അറിയരുത് എന്ന് പറഞ്ഞത്, മറ്റുള്ളവരോട് പറയരുതെന്ന് പറഞ്ഞത്.
സ്വന്തമായി ബിസിനസ് നടത്തുന്ന വിക്രമും അനുപമയാണ് തന്നെ രക്ഷിച്ച ആ ഫാമിലി. അവർ വേണ്ട ഹെൽപ്പ് ചെയ്താണ് താൻ ഇന്നും ഇങ്ങനെയെങ്കിലും ജീവിച്ചിരിക്കുന്നത്. 5 വർഷം എടുത്തു ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി. സലീം പറഞ്ഞു. നീ എന്നോട് കൊല്ലാൻ മാത്രമുള്ള പകയുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല റഹ്മാൻ. എൻ്റെ 5 വർഷങ്ങൾ. സലീം പറഞ്ഞു. റഹ്മാൻ പറഞ്ഞു. ഞാനല്ല ചെയ്തത്, അയാൾ പറഞ്ഞു. സലീം TV ഓണാക്കി. സ്ക്രീനിൽ CCTV വീഡിയോ. റഹ്മാൻ കാറ് കൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. റഹ്മാൻ അപകടം മണത്തു തുടങ്ങി. പതുക്കെ റഹ്മാൻ തൻ്റെ പിസ്റ്റളിൽ പിടിച്ചു. ഉടനെ തന്നെ പിന്നിലെ വാതിൽ തുറന്ന് പോലീസ് ഓഫീസർമാർ അകത്തേക്ക് വന്നു. റഹ്മാൻ ഞെട്ടി. താൻ കുടുങ്ങി അയാൾക്ക് തോന്നി. സലീം പറഞ്ഞു. നീ എൻ്റെ ജീവൻ എടുക്കാമായിരുന്നു, പക്ഷേ ഞാൻ നിന്റെ ജീവൻ എടുക്കില്ല. നീ ചെയ്ത കുറ്റത്തിന് നീ തന്നെ ശിക്ഷ ഏറ്റുവാങ്ങണം. പോലീസ് റഹ്മാനെ പിടിച്ചുകൊണ്ടുപോയി. പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ റഹ്മാൻ സലീമിനെ ഒന്ന് നോക്കി. സലീം ശാന്തമായി പറഞ്ഞു. പകരം വീട്ടുന്നത് കൊല ചെയ്തല്ല, സത്യം പുറത്തു വരികയാണ്. റഹ്മാനെ പോലീസ് കൊണ്ടുപോയി ജയിലിലടച്ചു. സലീം പിന്നെ താൻ ജീവിച്ചിരിപ്പുണ്ടെന്ന സത്യം വീട്ടിൽ അറിയിച്ചു. അവർക്ക് വിശ്വസിക്കാനായില്ല. സലീമിന് നാട്ടിൽ പോകാനുള്ള എല്ലാ സഹായവും ആ വിക്രമും ഭാര്യ അനുപമയും ചെയ്തു കൊടുത്തു. സലീം നാട്ടിൽ ചെന്നു എന്നപ്പോൾ കുടുംബാംഗങ്ങൾ എല്ലാവരും സലീമിനെ കെട്ടിപ്പിടിച്ചു. മക്കൾക്ക് ഉപ്പയെ തിരിച്ചു കിട്ടി. ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിനെയും അമ്മയ്ക്ക് തൻ്റെ മകനെയും സഹോദരങ്ങൾക്ക് തൻ്റെ സഹോദരനെയും തിരിച്ചു കിട്ടി. സത്യം അത് എന്നായാലും ഒരു നാൾ പുറത്തു വരും. കള്ളം കുറച്ചു കാലം മാത്രം മനുഷ്യനെ രക്ഷിക്കും, പക്ഷേ സത്യം എന്നും നിലനിൽക്കും. മനുഷ്യൻ ഭയന്ന് തെറ്റുകൾ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും സമയം വന്നാൽ ഓരോ തെളിവും ഓരോന്നായി പുറത്തു വരും. അവസാനം ജയിക്കുന്നത് സത്യം തന്നെയാണ്. കാരണം സത്യത്തെ എന്നേക്കുമായി മറച്ചു വെക്കാൻ ആരായാലും കഴിയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോയുടെ അടുത്ത നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.